ശാസ്ത്രം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ മനുഷ്യൻ്റെ ജീവിത നിലവാരം ഉയർന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ദുഃഖവും വേദനയും ലഘൂകരിക്കുവാൻ ഇന്ന് ആധുനിക ശാസ്ത്രത്തിന് സാധിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ നമുക്ക് ദൂരദേശത്തേക്ക് നടന്നു പോകണമെങ്കിൽ നമ്മുടെ കാലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ശീഘ്രഗതിയിൽ എവിടെ വേണമെങ്കിലും പറന്നെത്താവുന്ന വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും മറ്റ് സംവിധാനങ്ങളും ഉണ്ട്. മുമ്പ് നമ്മുടെ കാതുകൾക്ക് വളരെ പരിമിതമായ ശബ്ദം മാത്രമേ കേൾക്കുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. കണ്ണുകൾക്ക് കുറച്ച് ദൂരത്തുള്ള സംഭവ വികാസങ്ങൾ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് ലോകത്തിൻ്റെ ഏത് കോണിൽ നടക്കുന്ന സംഭവ വികാസങ്ങളും സ്വന്തം മുറിയിലിരുന്നു കൊണ്ട് കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട്. മനുഷ്യനിന്ന് ചന്ദ്രനിലും ചൊവ്വയിലുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. 10 വർഷത്തിനുള്ളിൽ ചന്ദ്രനിൽ ഒരു നഗരം തന്നെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. AI സഹായത്താൽ ഒരു ഡോക്ടർ കിലോമീറ്റർ ദൂരത്തുള്ള മറ്റൊരു ഹോസ്പിറ്റലിലെ രോഗിയെ ഓപ്പറേഷൻ ചെയ്ത് രോഗം ഭേദമാക്കിയതായിട്ട് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും മറ്റും വായിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഇത്രയും ശാസ്ത്രം പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കുമ്പോഴും മനുഷ്യനെ 5000 വർഷം പുറകിലേക്ക് കൊണ്ടുപോകുവാനാണ് പല മതങ്ങളും ആത്മീയ കേന്ദ്രങ്ങളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ തലയിലേക്ക് ആവശ്യമില്ലാത്ത അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കടത്തിവിട്ട് അവനെ ദുർബലനാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ ശരിക്കും നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മനുഷ്യൻ കൂടുതൽ ആപത്തിലേക്കാണ് പോവുക. നമ്മൾ ആധുനിക ശാസ്ത്രത്തിൽ തന്നെയാണ് വിശ്വസിക്കേണ്ടത്. അല്ലാതെ ആത്മീയത പറയുന്ന ഏതോ ഒരു അന്ധവിശ്വാസത്തിൽ കൊണ്ടുപോയി നമ്മുടെ തല കൊടുത്ത് എത്രയോ പേരുടെ ജീവിതം തുലഞ്ഞു പോയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസമുള്ളവർ പോലും ഇത്തരം കെണിയിൽ പെട്ടുപോകുന്നുണ്ട്. അത് മനുഷ്യൻ്റെ കുറ്റമല്ല, അവൻ്റെ ദൗർബല്യമാണ്. നമ്മുടെ തലച്ചോറിൽ ചെറുപ്പത്തിലേ ഇത്തരം അന്ധവിശ്വാസങ്ങൾ കയറ്റിവിട്ടാൽ അതിനെ മാറ്റിയെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് അങ്ങനെ എല്ലാവരും ദൗർബല്യത്തിൽ പെട്ടുപോകുന്നത്. എന്നാൽ ഇനി വരും തലമുറയ്ക്ക് ഇത്തരം ഇതിലേക്കൊന്നും അവരുടെ മനസ്സ് തിരിഞ്ഞു പോകാൻ സാധ്യതയില്ല. അവർ ജനിച്ച് വളർന്നു വരുമ്പോൾ തന്നെ അവർ ആധുനിക ശാസ്ത്രത്തിലാണ് അവരുടെ ബുദ്ധിയും മനസ്സുമൊക്കെ കേന്ദ്രീകരിക്കുന്നത്. ആത്മീയത വേണ്ട എന്നല്ല പറയുന്നത്. അത് മനുഷ്യൻ്റെ സ്വന്തം വ്യക്തിപരമായ കാര്യമാണ്. അത് മനസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങളാണ് ഇന്ന് ലോകത്ത് പെരുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ നല്ല ബോധവാന്മാരായില്ലെങ്കിൽ എല്ലാവരും ഇത്തരം ചതിയിലും വഞ്ചനയിലുമൊക്കെ പെട്ടുപോകുവാൻ സാധ്യതയുണ്ട്.